ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ പാഠഭാഗമായിട്ടുള്ള ടുവേർഡ്സ് ഈക്വാളിറ്റി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് മറ്റൊരു വീഡിയോയിലും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 9ാമത്തെ പാഠഭാഗമാണ് ടുവേർഡ്സ് ഈക്വാളിറ്റി. എന്താണ്? തുല്യതയിലേക്ക്, ഈക്വാളിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. എന്താണ്? ഇവിടെ പൊതുവിതരണ കേന്ദ്രം അഥവാ റേഷൻ കടയിൽ നിൽക്കുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഗ്രാൻഡ്മാ, വൈ ഡസ് എവ്രി വൺ ഹാവ് ഡിഫറെൻറ്റ് കളേർഡ് കാർഡ് വിത്ത് ദം? എന്താണ്? എന്തുകൊണ്ടാണ് എല്ലാവരുടെ കയ്യിലും വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പം മുത്തശ്ശൻ അതിന് മറുപടി പറയുന്നത്, ഡിഫറെൻറ്റ് കളേർഡ് കാർഡ്സ് ആർ ഇഷ്യൂഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ ഇൻകം ഓഫ് ഈച്ച് ഫാമിലി. ഓരോ ഫാമിലിയുടെയും ഇൻകത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ഡിഫറൻസ് ആയിട്ടുള്ള കാർഡ് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും കുട്ടി ചോദിക്കുന്നത്, വൈ ഈസ് ദ ഇൻകം ഓഫ് ഈച്ച് ഫാമിലി ഡിഫറെൻറ്റ്? എന്തുകൊണ്ടാണ് എല്ലാ ഫാമിലിയുടെയും ഇൻകം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? അപ്പോൾ ആ ഗ്രാൻഡ് പറയുന്നത്, ദർ ആർ മെനി റീസൺ ഫോർ ദാറ്റ്. ഒരുപാട് റീസൺ അതിനുണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും അവരുടെ വീട്ടിലെ ആളുകളുടെ ജോലിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ അവരുടെ വെൽത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ അവർക്ക് ഇൻകം ഓരോ ഡിഫറൻസിൽ ആയിരിക്കും. Then, let's listen to the thoughts of Neenu and Vicky after returning from Peely's village. പീലിയുടെ വില്ലേജിൽ നിന്നും തിരിച്ചെത്തിയ നീനുവിൻ്റെയും വിക്കിയുടെയും ഒരു തോട്ട്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പീലിയുടെ ഗ്രാമം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിലെ നീനുവിനെയും വിക്കിയെയും ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നീനു വിചാരിക്കുന്നത്? ഐ വാസ് വറീഡ് വെദർ ഐ കുഡ് ഗോ എവ്രിവെയർ വെൻ ഐ വെൻറ്റ് ടു പീലീസ് വില്ലേജ് വിത്ത് മൈ ഫ്രണ്ട്സ്. എന്താണ്? എല്ലായിടത്തും പോകാനാകുമോ എന്ന ഒരു വറീഡ് നമ്മുടെ പീലിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൾ കൂട്ടുകാരോടൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. പീലി, ഹെർ മദർ, ഹെർ ഫാദർ ആൻഡ് ദെയർ വില്ലേജ് വെൽക്കംഡ് അസ് വിത്ത് മച്ച് എന്തൂസിയാസം. പക്ഷെ എന്താണ്? ഈ പീലിയുടെ അച്ഛനും അമ്മയും അവരുടെ ഗ്രാമവും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ വേർ ദ സൈറ്റ് ഇൻ ദ വില്ലേജ്. എന്താണ്? എന്തൊരു ഭംഗിയാണ് ആ പീലിയുടെ വില്ലേജിലെ കാഴ്ചകളൊക്കെ. Peely's family uses the agriculture product cultivated by her father for food. എന്താണ്? പീലിയുടെ ഫാദർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അവർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. It had the taste of the food that I usually have in my ആക്ച്വൽ ഹോം ഇൻ മൈ വില്ലേജ്. ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ വില്ലേജിൽ പോകുമ്പോൾ കിട്ടുന്ന അതേ ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു സ്വാദായിരുന്നു പീലിയുടെ വീട്ടിലെ ഫുഡിനും ഉണ്ടായിരുന്നത്. ഐ ഹാവ് ടു ടെൽ മൈ ഫാമിലി ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫാമിംഗ് ഓൺ അവർ ഫാം ലാൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഫോർ ലീസ്. എന്നാണ്? ഞങ്ങളുടെ വീട്ടിൽ ലീസിന് കൊടുക്കുന്ന ആ സ്ഥലത്ത് നമുക്ക് തന്നെ ഫാമൊക്കെ ചെയ്യാം എന്നുള്ളത് എൻ്റെ ഫാമിലിയോട് പറയണം. ഐ വിഷ് വി മൂവ്ഡ് ബാക്ക് ഫ്രം ദീസ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് to our ancestral village so that I could enjoy the happiness of my village also. My parents can then go to the office from there. എന്താണ്? ഈ സർക്കാരിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നൊക്കെ നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ എനിക്ക് ആസ്വദിക്കാമായിരുന്നു. അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവിടെ നിന്ന് ഓഫീസിലേക്കും പോകാമെന്നാണ് നീനുവിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നത്. ഇനി വിക്കി എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഐ വെൻറ്റ് ടു പീലീസ് വില്ലേജ് വണ്ടറിങ് ഹൗ ഐ കുഡ് സ്പെൻഡ് എ ഡേ വിത്തൗട്ട് എനി ഓഫ് ദ അമിനിറ്റീസ് ഓഫ് ദ സിറ്റി. എന്താണ്? ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഈ ഒരു നഗരത്തിലുണ്ടായിരുന്ന കാഴ്ചകളും സൗകര്യങ്ങളും ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ഒരു ദിവസം ജീവിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഐ ടു എൻജോയ്ഡ് എ ഡേ ഇൻ പീലീസ് വില്ലേജ് വിത്തൗട്ട് മൊബൈൽ നെറ്റ്വർക്ക് ഓർ വൈഫൈ. പക്ഷെ എന്താണ്? ഒരു ദിവസം ഞാൻ പീലിയുടെ വില്ലേജിൽ മൊബൈൽ നെറ്റ്വർക്കും വൈഫൈ ഒന്നും ഇല്ലാതെ നന്നായിട്ട് എൻജോയ് ചെയ്തു. വെൻ ഐ റിട്ടേൺ ഫ്രം ദർ മൈ പെർസെപ്ഷൻ ദാറ്റ് ഓൺലി സിറ്റി ലൈഫ് വാസ് ഇൻട്രസ്റ്റിംഗ് ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ വിചാരം എന്ന് പറയുന്നത് നഗരത്തിലെ ഈ ഒരു ജീവിതമാണ് ഏറ്റവും എൻജോയ് ആയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും ചേഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ദ ടേസ്റ്റ് ഓഫ് ഫുഡ് ദർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ടേസ്റ്റ് ഓഫ് പാക്ക്ഡ് ഫുഡ് ഹിയർ. ഇവിടെയുള്ള ഈ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡിൽ നിന്നും എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് അവിടെയുള്ള ഫുഡിന്. വി ലെഡ് എ ബിസി ലൈഫ് ഇൻ എ സിറ്റി അപ്പാർട്ട്മെൻറ്റ് വിത്ത് പാരൻസ് ഹു ആർ ഇൻ ദ ബിസിനസ് സെക്ടർ. അപ്പോൾ നഗരത്തിലെ ഈ അപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ഫെൽറ്റ് റിലീവ്ഡ് വെൻ മൈ ഗ്രാൻഡ് ഫാദർ കെയിം ഹിയർ ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ഗവൺമെൻറ് സർവീസ്. അതുപോലെ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തച്ഛനും കൂടി ഇവിടേക്ക് വന്നപ്പോൾ അതെനിക്കൊരു ആശ്വാസമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വിക്കി ആലോചിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്.
ഹാവൻറ്റ് യു ടേക്ക് എ നോട്ട് ഓഫ് ദ തോട്ട്സ് ഓഫ് ബോത്ത് ഫ്രണ്ട്സ്? രണ്ടുപേരുടെയും ചിന്തകൾ നമ്മൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു അല്ലേ? ഡോണ്ട് ദേ ഷെയർ അബൌട്ട് ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ദെയർ ഫാമിലീസ് ഇൻ ദെയർ തോട്ട്സ്? അപ്പോൾ ഈ തോട്ട്സിൽ അവരുടെ ഫാമിലിയിലെ ഇൻകത്തെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്. ലിസ്റ്റ് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ഫാമിലീസ്. അപ്പോൾ രണ്ട് ഫാമിലീസിൻ്റെയും ഇൻകം എന്തൊക്കെയാണെന്നൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോഴ്സ് ഓഫ് ഫാമിലി ഇൻകം ഇൻ നീനു. നീനുവിൻ്റെ ഫാമിലിയിൽ എന്തൊക്കെയാണ്? ഒന്ന് ലീസിന് കൊടുക്കുന്നത്, മറ്റൊന്ന് ഗവൺമെൻറ് ജോബ്. ഇത് രണ്ടുമാണ് നീനുവിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സോഴ്സ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് വിക്കി. വിക്കിയുടേതോ? ബിസിനസ്, അതുപോലെ തന്നെ പെൻഷൻ. ഇത് രണ്ടുമാണ് വിക്കിയുടെ ഫാമിലിക്ക് കിട്ടുന്നത്. The table shown below gives an approximate estimate of the monthly income of both the families. അപ്പോൾ രണ്ട് ഫാമിലിയിലെയും ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഇൻകമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. വിക്കിയുടേതാണെങ്കിൽ ബിറ്റ്വീൻ 3 lakh to 5 lakh ആണ്. നീനുവിൻ്റേതാണെങ്കിൽ 1 lakh to 3 lakh ആണ്. ഈസ് ദ ഇൻകം ഓഫ് ദ ടു ഫാമിലീസ് സെയിം? ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിയിലെ ഇൻകം എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല അല്ലേ, രണ്ടും ഡിഫറെൻ്റ് ആണ്. The table shown below give the approximate monthly income of various families in a panchayat. Observe the table and identify the family with the highest income and the one of the lowest income. ഇവിടെ താഴെ ഒരു പഞ്ചായത്തിലെ കുറച്ച് ഫാമിലിയിലെ മന്ത്ലി ഇൻകം ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഏതാണ്, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. ഇവിടെ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? എ ഫാമിലിയാണ്. അതുപോലെ തന്നെ ലോവസ്റ്റ് എന്ന് പറയുന്നത് ജി ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എയും ജിയും നിങ്ങൾ എഴുതി കൊടുക്കുക. ഇനി റീസൺ ഫോർ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം. ഫാമിലി ഇൻകത്തിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിലുള്ള ഡിഫറൻസ് ആണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ ദ സോഴ്സ് ഓഫ് ഇൻകം, അതുപോലെ തന്നെ ഇൻകത്തിൻ്റെ സോഴ്സിലുള്ള ഡിഫറൻസ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിലുള്ള ഇൻകത്തിൻ്റെ ഡിഫറൻസ്. ഇവിടെ നോക്കൂ, ഒന്ന് എന്താണ്? ടീച്ചറാണ്, മറ്റൊന്ന് ചുമട്ട് തൊഴിലാളിയാണ്, പിന്നെ ഒരു ഫാർമർ. ഇതൊക്കെയാണുള്ളത് അല്ലേ? ഇവർക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇൻകം ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള സാലറി ആണോ കിട്ടുന്നത്? അല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ? From the above pictures, point out the different employment that the people are engaged. ആളുകൾ എൻഗേജ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഒന്ന് ടീച്ചിങ്, മറ്റൊന്ന് കൺസ്ട്രക്ഷൻ വർക്ക്, മറ്റൊന്ന് ലോഡിങ്, ട്രേഡിങ്. ഒന്നും കൂടെ പറയാം: ടീച്ചിങ്, കൺസ്ട്രക്ഷൻ വർക്ക്, ലോഡിങ്, ട്രേഡിങ്. ഡു യു തിങ്ക് ദാറ്റ് ദോസ് ഹൂ എൻഗേജ് ഇൻ ഡിഫറെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഗെറ്റ് ദ സെയിം ഇൻകം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർക്ക് എല്ലാവർക്കും ഒരേ ഇൻകമാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ദ ഇൻകം ഫ്രം ഇറ്റ് വേരീസ്. എന്താണ്? ഓരോ എംപ്ലോയ്മെൻറ്റിൻ്റെയും നേച്ചർ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഇൻകത്തിലും വെറൈറ്റി അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഡിഫറൻസ് ഇൻ ദ സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. Then variation in the source of income is a major cause of variation in the family income. എന്താണ്? സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ വേരിയേഷൻ തന്നെയാണ് ഈ ഫാമിലി ഇൻകത്തിൻ്റെ വേരിയേഷനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അസറ്റ് ആർ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. എന്നാണ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക്, അസറ്റ്, ഇതൊക്കെ പറയുന്നത് ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇൻകം വിൽ വാരി ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ദ സോഴ്സ് ഓഫ് ഇൻകം. ദോസ് ഹു ഹാവ് എ ഹൈ ഇൻകം ക്യാൻ മീറ്റ് മോർ നീഡ്സ്. ആർക്കാണ് കൂടുതൽ ഇൻകം കിട്ടുന്നത് അവർക്ക് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പോൾ സാധാരണക്കാർക്ക്, കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ലോഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഹവർ പീപ്പിൾ ഓഫ് ദ ലോ ഇൻകം ഗ്രൂപ്പ് ആർ ഓഫൻ അണേബിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക്സ് നീഡ്സ്. അപ്പോൾ എന്താണ്? അവർക്ക് ബേസിക്സ് നീഡ്സ് പോലും സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. Generally, families can be classified into 3 groups based on their income. അപ്പോൾ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഫാമിലീസിനെയും നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം. ഹൈ ഇൻകം ഉള്ളവർ. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം, ഒരു മിതമായിട്ടുള്ള ആളുകളെ. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് ആളുകളെ തിരിക്കാൻ വേണ്ടി സാധിക്കും. ഡിസ്കസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി ഇൻകം ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് യുവർ ഫാമിലി. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം, നിങ്ങളുടെ ഫാമിലി ഇൻകം എത്രത്തോളം എന്താ പറയുക
ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ പാരൻസുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. Haven't you noticed that there is a difference between the income generated from a job from other sources? തൊഴിലിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്നും ലഭിക്കുന്ന ഈ വരുമാനത്തിൽ വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ദ ഇനീക്വാളിറ്റി ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ലീഡ്സ് ടു ദ എക്കണോമിക് ഇനീക്വാളിറ്റി ഇൻ ദ സൊസൈറ്റി. അപ്പം എന്താണ് ഒരു സൊസൈറ്റിയിലുള്ള ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എക്കണോമിക് ഇനീക്വാളിറ്റിക്ക് കാരണമാവും. ഇൻകം കൂടിയ ആളുകളും ഇൻകം കുറഞ്ഞ ആളുകളും എന്നുള്ള ഒരു economic inequality അവിടെ വരും. Inequality occurs when the variable അവൈലബിൾ സോഴ്സ് ഇൻ എ സൊസൈറ്റി ആർ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. അതുപോലെ തന്നെ ഒരു സമൂഹത്തിലെ റിസോഴ്സസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓരോ സാധനങ്ങളും തുല്യമല്ലാത്ത രീതിയിലാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഇനി എന്താണ് എക്കണോമിക് ഇനീക്വാളിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് ഇനീക്വാളിറ്റി റെഫേഴ്സ് ടു ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഇൻകം ഓർ റിസോഴ്സസ് എമംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് എന്താണ് വെൽത്തായിട്ടും അതുപോലെ തന്നെ ഇൻകം, റിസോഴ്സ് ഇതൊക്കെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴാണ് അവിടെ എക്കണോമിക് ഇനീക്വാളിറ്റി ഉണ്ടാകുന്നത്. ദിസ് ഓഫൻ ലീഡ്സ് ടു ദ ഇനീക്വാളിറ്റീസ് ഓഫ് ആക്സസ് ഓഫ് ടു ഓപ്പർച്യൂണിറ്റി, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, ഹെൽത്ത് കെയർ ആൻഡ് പൊളിറ്റിക്കൽ പവേഴ്സ്. എന്നാണ് ഇത് എന്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും? ഇത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൽ, എഡ്യൂക്കേഷനിൽ, എംപ്ലോയ്മെന്റിൽ, ഹെൽത്ത് കെയറിൽ, പൊളിറ്റിക്കൽ പവറിൽ ഇതിലൊക്കെ ഈ എക്കണോമിക് ഇനീക്വാളിറ്റി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് ഇതിലേക്കൊക്കെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് സീക്സ് ടു അഡ്രസ് economic inequality through implementing various policies and initiatives aimed at a more equitable distribution of resources and opportunities. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം കൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരുപാട് പോളിസീസും അതുപോലെ തന്നെ ഒരുപാട് സ്കീംസും മറ്റുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്കണോമിക് ഇനീക്വാളിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഡസ് ഓൺലി ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ദ എക്കണോമിക് സെക്ടർ ഓഫ് ദ സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ ഒരു എക്കണോമിക് ഇനീക്വാളിറ്റി മാത്രമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമാണോ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണോ? അല്ല അല്ലേ. ഈ എക്കണോമിക് ഇനീക്വാളിറ്റി ഉണ്ടാകുന്നതോടുകൂടി തന്നെ സമൂഹത്തിൽ സോഷ്യൽ ഇനീക്വാളിറ്റീസ് ഉണ്ടാവും, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് അതിനെ കുറിച്ചിട്ടും കൂടെ നോക്കാം. അഥവാ ഇന്റർ ഡൈനിങ്, മിശ്ര ഭോജനത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. Since the beginning of the 19th century, many struggles have been started in Kerala to put an end to the discrimination that existed in the consumption of food, essential for a sustaining in the very life. അപ്പോൾ എന്താണ് 19ാം നൂറ്റാണ്ട് ആയതോടു കൂടിയിട്ട് ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും കേരളത്തിലായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആരായിരുന്നു? Since the Sambandhi Bhojana, which has held under the leadership of Ayya Vaikunta Swami's Samadva Samajam, many struggles have been held in this way. One of the most notable of these protest of the Misra Bhojana against by K. Ayyappan, the editor of the newspaper Sahodaran in Cherai, Ernakulam district on 29 May 1917. Consequently, he had to endure severe physical torture and threats. This event was a milestone among the struggles against discrimination. അപ്പോൾ എന്തായിരുന്നു? അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിലെ സമപതി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്ര ഭോജനമായിരുന്നു. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും ഒക്കെ നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിൽ ഒരു നിർണായക സംഭവം തന്നെയായിരുന്നു ഈ ഒരു മിശ്ര ഭോജനം എന്ന് പറയുന്നത്. അപ്പോൾ അതും സമൂഹത്തിലുണ്ടായിട്ടുള്ള ഒരു ഇനീക്വാളിറ്റിയാണ്. അടുത്തത് അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ് ആണ്, അഥവാ മേൽമുണ്ട് സമരമാണ്. The upper cloth protest was led by the women of South Travancore from the beginning of the 19th century for the right to use upper cloth as part of their dress. After a series of protests, the Travancore government proclaimed
the right to wear any dress for everyone irrespective of caste or religion according to their will and pleasure. However, many were not able to wear their favorite clothes due to the കസ്റ്റംസ് എംബോസ്ഡ് ബൈ ദ കാസ്റ്റ് സിസ്റ്റം. അപ്പം എന്താണ്, നമുക്കറിയാം വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ട് തെക്കൻ തിരുവിതാംകൂറിൽ സൗത്ത് ട്രാവൻകൂറിൽ 19-ാം നൂറ്റാണ്ടിലെ ആദ്യം മുതൽക്ക് തന്നെ നടന്നു വന്ന ഒരു സമരമായിരുന്നു ഈ ഒരു മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ദീർഘകാലമായിട്ട് സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ട്രാവൻകൂറിലെ സർക്കാർ ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ ഇതും സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ഇനീക്വാളിറ്റി തന്നെയായിരുന്നു. അടുത്തത് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ട്രാവൻകൂർ ഗവൺമെന്റ് പ്രൊവൈഡഡ് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു ദ 4th സ്റ്റാൻഡേർഡ് ടു ഓൾ കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. എന്താണ്, ജാതിയുടെയോ മതത്തിന്റെയോ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസവും നൽകി. 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ നൽകിയിരുന്നു. However, the so-called upper caste school authorities did not admit the children hailing from the lower caste. പക്ഷെ എന്താണ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മേൽജാതിക്കാർ എന്ന് കരുതിപ്പെടുന്ന ഭാഗത്തിലെ സ്കൂൾ അധികൃതർ ഈ ലോവർ കാസ്റ്റിലുള്ള കുട്ടികൾക്കൊന്നും പ്രവേശനം, സ്കൂൾ അഡ്മിഷൻ കൊടുത്തിരുന്നില്ല. ആസ് എ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദിസ്, അയ്യങ്കാളി took the hand of a Dalit girl named Panjami and went to the Orottupalam school and demanded that she be admitted to the school. അങ്ങനെ എന്ത് ചെയ്തു, അയ്യങ്കാളി അന്നത്തെ ഒരു ദളിത് കുട്ടിയായിരുന്ന പഞ്ചമിയെ ആ ഒരു ഓരൂട്ടുപാളം സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. Although the authorities were forced to grant admission to Panjami, the upper caste people set fire to the school the same night. അങ്ങനെ എന്തായിരുന്നു, ആ ഒരു നമ്മുടെ അയ്യങ്കാളിയുടെ പ്രഷർ കൊണ്ട് തന്നെ അവിടുത്തെ അതോറിറ്റീസ് കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അന്ന് രാത്രി തന്നെ അവിടുത്തെ അപ്പർ കാസ്റ്റിലെ ആളുകൾ ആ സ്കൂളിന് തീയിട്ടു. ദ ഡെബ്രിസ് ഓഫ് ദ ബേൺഡ് ബെഞ്ച് ആൻഡ് അതർ എക്യുപ്മെന്റ്സ് ഈസ് കെപ്റ്റ് ഇൻ ദ സ്കൂൾ മ്യൂസിയം. അപ്പം അന്ന് കത്ത് നശിച്ചിട്ടുള്ള ആ ഒരു ബെഞ്ചിൻ്റെയും മറ്റുള്ള അവശേഷിപ്പുകളൊക്കെ ഇന്നും സ്കൂളിൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദർ ആഫ്റ്റർ ദ സ്കൂൾ ഹാസ് ബീൻ നെയിംഡ് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ, ഓരോട്ടുപാളം, തിരുവനന്തപുരം. അതിനുശേഷമായിരുന്നു ആ സ്കൂളിൻ്റെ പേര് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്ന് ആക്കി മാറ്റിയിട്ടുള്ളത്. Then what kind of inequalities are mentioned here? അപ്പോൾ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ഇനീക്വാലിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ ഇനീക്വാലിറ്റിയാണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ എക്കണോമിക് ഇനീക്വാലിറ്റി, ദ ഡിസ്ക്രിമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ കൺസപ്ഷൻ ഓഫ് ഫുഡ്, ഇനീക്വാലിറ്റി ഇൻ വിയറിംഗ് ക്ലോത്ത്സ്, ഇതൊക്കെയാണ്. അല്ലെ, എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റി, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ സോഷ്യൽ ഇനീക്വാലിറ്റി ഈസ് എ കണ്ടീഷൻ വെർ ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ നോട്ട് സോഷ്യലി ഈക്വൽ. അപ്പോൾ സോഷ്യൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ എല്ലാ ആളുകൾക്കും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ കണ്ടീഷനിൽ ഈക്വൽ അല്ലാത്ത രീതിയിൽ കിട്ടുന്ന അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത്, അല്ലേ. അൺഈക്വൽ കണ്ടീഷൻ ഇൻ സ്റ്റാറ്റസ്, റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ്സ് ദ സോഷ്യൽ ഇനീക്വാലിറ്റി. ഒന്നുകിൽ അവരുടെ സ്റ്റാറ്റസിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിലായിരിക്കും. ഇതിലൊക്കെ ഒരു അൺഈക്വൽ കണ്ടീഷൻ വരുമ്പോഴാണ് അവിടെ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് സോഷ്യൽ ഇനീക്വാലിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ ഇനീക്വാലിറ്റി refers to the unequal distribution of resources, opportunities and status within a society. ഒരു സൊസൈറ്റിയിലെ റിസോഴ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിലായിക്കോട്ടെ സ്റ്റേറ്റസിലായിക്കോട്ടെ അവിടെയൊക്കെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത്. സോഷ്യൽ ഇനീക്വാലിറ്റി മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ വേരിയസ് ഫോംസ് സച്ച് ആസ് ഇനീക്വൽ ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, lack of access to education and health care, discrimination based on the race and gender, and unequal representation in political and social institutions. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടും ഈ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി വരാം. The government formulates policies aimed at promoting equality, justice and equal opportunities for all members of society to address social inequality. അപ്പോൾ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഗവൺമെൻറ് ഒരുപാട് പോളിസീസും മറ്റൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി why did people from certain social groups have to face discrimination? Do similar situations exist in society? എന്താണ്, സൊസൈറ്റിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവുന്നത്, എന്താണ് അതിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്.
Let's examine the causes of social inequality and the factors that influence them. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു എക്കണോമിക് ഇനീക്വാലിറ്റി ആണ്. അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഡിസ്പാരിറ്റി ഇൻ ഇൻകം, ഇൻകത്തിലുണ്ടാകുന്ന ഡിസ്പാരിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഡിഫറൻറ്റ് ഇൻ വേജസ് ആൻഡ് സാലറി. ഇതുകൊണ്ടൊക്കെയാണ് എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത്. അടുത്തത് എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസുമാണ്. ഇനി ഇനീക്വാലിറ്റി വിത്തിൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ്. അതിൻ്റെ കാരണം ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ജെൻഡർ, സ്റ്റാറ്റസ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ്. അതുപോലെ ഇനീക്വാലിറ്റി ഡ്യൂ ടു സോഷ്യൽ നോംസ്. ഇനി ജോഗ്രഫിക്കൽ ഇനീക്വാലിറ്റി ആണ്. അതിൻ്റെ കാരണം റൂറൽ അർബൻ ഡിസ്പാരിറ്റി, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഇത് രണ്ടുമാണ്. ഇനി ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അത് ഒന്ന് കൊളോണിയലൈസേഷൻ, അതുപോലെ തന്നെ സ്ലേവറി, റെപ്രഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഡിസ്കസ് ദ കോസ് ലീഡ് ടു സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദം ഇൻ യുവർ ക്ലാസ് ആൻഡ് മേക്ക് നോട്ട്. അത് നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഈ കാരണങ്ങളെ കുറിച്ചിട്ട് എന്താണ് ഒന്നും കൂടെ ഡിസ്കഷൻ നടത്തിയിട്ട് അതിൻ്റെ ഒരു നോട്ടും കൂടെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്തത് ശാന്തി സ്റ്റഡി ഇൻ ക്ലാസ് 5. ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹെർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ. അപ്പോൾ അവരുടെ ഫാമിലിയിൽ ആരൊക്കെയാണ്? ഫാദർ, മദർ, സിസ്റ്റർ, ഇവരൊക്കെയാണ് ഉള്ളത്. ബീയിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയ ദേ lived in fear when the sea gets rough. The biggest problem they face is the absence of the safe and secure family. അപ്പോൾ ഇവർ താമസിക്കുന്നത് ഒരു കോസ്റ്റൽ ഏരിയയിലാണ്. നമുക്കറിയാം അവിടെ എന്താണ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കടലിൻ്റെ ഒക്കെ സ്വഭാവം മാറാം അല്ലേ. അപ്പോൾ ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് അവർ താമസിക്കുന്നത്. അവരുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് സെക്യൂർ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു ഹൗസ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നമാണ് അവർക്കുള്ളത്. നെക്സ്റ്റ് ആകാശ് ആൻഡ് ഹിസ് ഫാമിലി ലിവ് ഇൻ എ ഹിൽ ഏരിയ. എന്താണ് ആകാശും ഫാമിലിയും താമസിക്കുന്നത് ഒരു ഹില്ലി ഏരിയയിലാണ്, ഒരു മലമുകളിൻ്റെ അടുത്താണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ആകാശ് ആൻഡ് ഹിസ് സിസ്റ്റർ ഗോ ടു സ്കൂൾ ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അപ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ എന്താണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സ്കൂളിലൊന്നും പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അതാണ് ആകാശിൻ്റെ ഫാമിലിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. കൺസിഡർ ദ എബോവ് 2 സിനാരിയോസ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ദേ ഫേസ്ഡ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇവർ ഫേസ് ചെയ്യുന്നത്? ഒന്ന് സേഫ് ആൻഡ് സെക്യൂർ ഹോം അല്ലേ, അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഷുഡിൻറ്റ് ഓൾ ദീസ് ബി അഡ്രസ്ഡ് വൈൽ റിസോൾവിംഗ് ദ പ്രോബ്ലം of Shanti and Akash? The issue of all other communities who face social inequality have to be resolved. എന്താണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് അവർക്ക് സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ശാന്തിയുടെയും ആകാശിൻ്റെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പ്രദേശത്തുള്ള ആ ഒരു സോഷ്യൽ ഇനീക്വാലിറ്റി തന്നെ ഇല്ലാതാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. The social progress is possible only when the basic needs of all the people are met. അപ്പോൾ സോഷ്യൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത് ഒരു സോഷ്യൽ പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അഡ്വക്കേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ സെയിം ഹാവ് ടു ബി സെറ്റ് അപ്പ്. Addressing social inequality requires a comprehensive policy reforms. To this end, government formulates and implements educational initiatives and projects for social justice and equal rights. അപ്പോൾ എന്താണ് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റുമ്പോൾ അവിടെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാക്കണം. സാമൂഹികമായിട്ടുള്ള അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായിട്ടുള്ള ഒരു നയ പരിഷ്കരണം ആവശ്യമാണ്. ഇതിനായിട്ടാണ് വിദ്യാഭ്യാസ സംരംഭങ്ങളെ സാമൂഹിക നീതിക്കും തുല്യാവകാശങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഒന്നാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ടു അഡ്രസ് സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി. എന്നാണ് ഈ ഒരു സാമൂഹികമായിട്ടും അതുപോലെ തന്നെ എക്കണോമിക്കുമായിട്ടുള്ള ഇനീക്വാലിറ്റി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ഒന്ന് പറയുന്നത് വെൽഫെയർ പെൻഷൻസ് ആണ്. പെൻഷൻസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വെൽഫെയർ പെൻഷൻസ് ആർ social security schemes aimed at providing financial assistance to people who are socially and economically backward as well the vulnerable group. The chief beneficiaries of welfare pensions are senior citizens, the different abled, widows, unmarried women above 50 years of age, farmers, etc. അപ്പോൾ
എന്താണ് ഇത്തരത്തിലുള്ള പെൻഷൻ കൊണ്ടുവരുന്നത്? സോഷ്യലായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആവശ്യമായിട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പെൻഷൻസ് ഒക്കെ കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഇത് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ്? ഒന്ന് സീനിയർ സിറ്റിസൺസിന്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ വിഡോസ് വിധവകൾക്ക്, കല്യാണം കഴിയാത്ത 50 വയസ്സിന് മുകളിൽ കല്യാണം കഴിയാത്ത സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ ഫാമേഴ്സിന്, ഇവർക്കൊക്കെയാണ് ഈ ഒരു പെൻഷൻ കൊടുക്കുന്നത്. വാട്ട് ആർ ദ വേരിയസ് വെൽഫെയർ പെൻഷൻസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ്? അപ്പോൾ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ പെൻഷൻസ് ആണ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ എന്നുള്ളത്, മറ്റൊന്ന് ഓൾഡ് ഏജ് പെൻഷൻ എന്നുള്ളത്, മറ്റൊന്ന് ഡിസേബിൾഡ് പെൻഷൻ സ്കീം, മറ്റൊന്ന് വിഡോ പെൻഷൻ സ്കീം. ഓക്കെ, അപ്പോൾ അവിടെ എഴുതേണ്ടത് ഡിസേബിൾഡ് പെൻഷൻ സ്കീം എന്നും വിഡോ പെൻഷൻ സ്കീമുമാണ് എഴുതേണ്ടത്. അടുത്തത് സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെനി സ്കോളർഷിപ്സ് ഫോർ സ്റ്റുഡൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കോളർഷിപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മെറിറ്റ് സ്കോളർഷിപ്പ്, അത്തരത്തിലുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത്തരത്തിൽ എന്താണ് ബാക്ക്വേർഡ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസും സ്കീംസും ഒക്കെയാണ് നിങ്ങളുടെ ക്ലാസ്സിൽ കൊടുക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. Apart from these, what are the other schemes being implemented by the government to address socio-economic inequality? അപ്പോൾ socio-economic inequality ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ബാക്കി എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, അതുപോലെ തന്നെ മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ, ഇതൊക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തിനാണ്? ഇത്തരത്തിൽ നമുക്ക് സബ്സിഡിയോട് കൂടിയിട്ട് സാധനങ്ങൾ, ഗുഡ്സും കാര്യങ്ങളൊക്കെ ചീപ്പായിട്ട് റേറ്റിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സബ്സിഡി എന്നതാണ് അടുത്തതായിട്ട് പറയുന്നത്. എ സബ്സിഡി ഈസ് എ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ക്രൈറ്റീരിയ. ഒരു പ്രത്യേക ക്രൈറ്റീരിയയുടെ ബേസിൽ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ചില എന്താ പറയുക സപ്പോർട്ടിനെയാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അപ്പോൾ ഒന്നുകിൽ സബ്സിഡി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടും കൊടുക്കാം. ഡയറക്റ്റ് സബ്സിഡി റെഫേഴ്സ് ടു സപ്പോർട്ട് പ്രൊവൈഡ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സബ്സിഡി എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് സബ്സിഡീസ് ഇൻക്ലൂഡ് ലോവറിംഗ് ഓഫ് ടാക്സ് റേറ്റ്സ് ആൻഡ് ചാർജിങ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി നിരക്ക് കുറക്കുക, അതുപോലെ തന്നെ വായ്പകൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് ഈടാക്കുക, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നൽകുകയാണ് ചെയ്യുന്നത്. സെവറൽ സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ആർ ബീയിങ് ഇംപ്ലിമെന്റഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഓർ പോവർട്ടി അലിവിയേഷൻ ആൻഡ് ദ റെഡ്യൂസ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്. അപ്പോൾ സോഷ്യൽ ഇനീക്വാലിറ്റീസ് കുറക്കാനും അതുപോലെ തന്നെ പോവർട്ടി ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസും പ്രോഗ്രാംസും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ, അതുപോലെ തീരമൈത്രി, കൈവല്യ, വിദ്യവാഹിനി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, കൂടാതെ ജനനി ജന്മർഗർഷ, പ്രതിഭാ തീരം, ഗോത്രബന്ധ്, ഗോത്രബന്ധു, ഇതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൂട്ടുകാരൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ കുറച്ച് പ്രൊജക്റ്റിന്റെ പേരും അതിന്റെ ബെനിഫിഷ്യറീസും ഫ്യൂച്ചേഴ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് നേരത്തെ തന്നിട്ടുള്ള മുകളിൽ തന്നിട്ടുള്ളതിൽ നിന്നും എടുത്തെഴുതാനാണ്. ഇനി അടുത്തത് എന്താണ്? വി ഹാവ് ഡിസ്കസ്ഡ് ഹൗ ടു എക്കണോമിക് എഡ്യൂക്കേഷൻ ജോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ലെഡ് ടു സോഷ്യൽ ഇനീക്വാലിറ്റി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് ജോഗ്രഫിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും എഡ്യൂക്കേഷനായിട്ടും ഫിനാൻഷ്യലായിട്ടും ഒക്കെ എങ്ങനെയാണ് ഒരു ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ such inequalities also create obstacles to social progress. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? ഒരു സോഷ്യൽ പ്രോഗ്രസ് ഇല്ലാതിരിക്കാൻ ഒരു ഒബ്സ്റ്റിക്കിൾസ് ആയിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഹാവ് ബീൻ ഡിവൈസിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് വേരിയസ് സ്കീംസ് ടു എൻഷുർ സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് ഈക്വാലിറ്റി ഗ്യാരണ്ടഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന ഒരുപാട് എന്താണ് സ്കീംസും അതുപോലെ തന്നെ പ്രോഗ്രാംസും ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ നടത്തി വരുന്നുണ്ട്.
All the human beings should have the opportunity to meet their basic needs and live independently. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും അവരുടെ ബേസിക്സ് നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസും തരുന്നുണ്ട്. We need to intervene in society by recognizing that all human beings are equal and realize the need to bring together those who face inequalities. അപ്പോൾ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഫേസ് ചെയ്യുന്നത് അവരെയൊക്കെ അതിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്കൊക്കെ ഒരു സമൂഹത്തിൽ നല്ല ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടുവേർഡ്സ് ഈക്വാലിറ്റിയിലേക്ക് എത്തുന്നത് എന്നതാണ് ഈ ഒരു പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ സ്കീമുകൾ ഏതൊക്കെയാണ്, ആർക്കൊക്കെയാണ് സ്കീമുകൾ ഉള്ളത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്, അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത പാഠഭാഗമായിട്ടുള്ള വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് എ സ്പ്ലെൻഡർ ഓൺ ദ എർത്ത് എന്നുള്ളതും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.